കേരള രാഷ്ട്രീയത്തെയും സംസ്ഥാന പോലീസ് സേനയും ഒരുപോലെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന അതീവ നിർണായകമായ രാഷ്ട്രീയ അഴിച്ചുപണിക്കാണ് തലസ്ഥാനത്ത് കളമൊരുങ്ങുന്നത്. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ച കേസ് പുനരന്വേഷിക്കാൻ വി.ഡി. സതീശൻ സർക്കാർ തീരുമാനിച്ചതോടെയാണ് നാടകീയ നീക്കങ്ങൾക്ക് തുടക്കമായിരിക്കുന്നത്. അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കാൻ UDF ഭരണകൂടം തീരുമാനിച്ചത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. CPM-നെ ആകെ പ്രതിരോധത്തിലാക്കിയ TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ച് കൊടിസുനി ഉൾപ്പെടെയുള്ള കൊടും ക്രിമിനലുകളെ അകത്താക്കിയ പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥൻ KV ഷൗക്കത്ത് അലി ഈ സംഘത്തിന്റെ തലവനാകുമെന്നാണ് ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള വിശ്വസനീയമായ സൂചന. ഈ കേസിലേക്ക് ഷൗക്കത്ത് അലി എന്ന കരുത്തനായ ഉദ്യോഗസ്ഥൻ കടന്നു വരുന്നതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഒരു കാലത്ത് CPM-ന്റെ കണ്ണിലെ കരടായിരുന്നു അദ്ദേഹം. TP കേസ് അന്വേഷണത്തിനിടയിൽ പാർട്ടി നേതൃത്വത്തിൽ നിന്നുമുണ്ടായ ഒരു സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും അടിമപ്പെട്ടിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ CPM കേന്ദ്രങ്ങൾക്ക് എന്നും കടുത്ത ഭയമുള്ള ചുരുക്കം ചില പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് അദ്ദേഹം. കഴിഞ്ഞ ഇടത് ഭരണകാലത്ത് ഇദ്ദേഹത്തിന് അർഹമായ പ്രാധാന്യം നൽകാതിരുന്നതിനെ തുടർന്ന് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോവുകയും ദേശീയ അന്വേഷണ ഏജൻസിയായ NIA-യിൽ ചേർന്ന് തന്റെ അന്വേഷണ മികവ് വീണ്ടും തെളിയിക്കുകയും ചെയ്തിരുന്നു. ഈ പുലിയെ തന്നെ പുതിയ UDF സർക്കാർ തിരികെ വിളിച്ച് ആലപ്പുഴയിലെ മർദ്ദനക്കേസ് ഏൽപ്പിക്കുമ്പോൾ ഇടത് ക്യാമ്പ് വലിയ ആശങ്കയിലാണ്. കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് 2023 ഡിസംബർ 15-നാണ്. നവകേരള സദസ്സിന്റെ ഭാഗമായി ആലപ്പുഴയിലെത്തിയ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ അനിൽകുമാറും സന്ദീപും ചേർന്ന് വാഹനത്തിൽ നിന്നിറങ്ങി ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നു. പൊതുമധ്യത്തിൽ വെച്ച് ലാത്തിയും വടികളും ഉപയോഗിച്ച് യുവാക്കളുടെ തലയ്ക്കടക്കം മർദ്ദിച്ച ഈ ദാരുണമായ സംഭവത്തെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി ന്യായീകരിച്ചു. തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഗൺമാന്മാർ നടത്തിയ രക്ഷാപ്രവർത്തനം എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ പരസ്യമായ ഭരണകൂട പിന്തുണയ്ക്കാണ് പോലീസുകാർക്ക് അന്ന് നിയമത്തിൽ നിന്നും സംരക്ഷണം നൽകിയത്.